ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ആദ്യമായിട്ടായിരിക്കും അല്ലേ? കാരണം ഞാൻ തമ്പനിയിൽ എൻ്റെ ഫോട്ടോസ് മാത്രം ഇത്ര ദിവസം വെച്ചിട്ടുള്ളായിരുന്നു. എന്തായാലും ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിനു ഷൈജു എന്ന് തന്നെയാണ്. എൻ്റെ പേര് നിനു എന്നാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തമ്പനിയിൽ കണ്ട പോത്ത് ഫ്രൈ ആണ്. സ്പെഷ്യൽ സാധനം. അത് പൊടിയോട് കൂടിയുള്ളതെന്ന് പറഞ്ഞാൽ പോത്ത് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മനസ്സിലാവും. പൊടിയോട് കൂടിയുള്ള പോത്ത് ഫ്രൈ എന്നാണെന്നുള്ളത്. നമുക്ക് ആ പോത്ത് ഫ്രൈ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി പൊടിയൊക്കെ കഴിക്കാൻ കിട്ടും. അത് ഭയങ്കര ടേസ്റ്റാണ്. ഇടിയപ്പത്തിൻ്റെ കൂട്ടത്തിലൊക്കെ അത് ഭയങ്കര രസമാണ്. പൊടി മാത്രം മതി കഴിക്കാൻ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ എങ്ങനെയാണ് എൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. കുക്കർ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പോത്ത് നമ്മൾ ഇട്ട് കൊടുത്തു. അതിലേക്ക് ഉപ്പും മഞ്ഞളും മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഓർക്കുക, ചെറിയ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് ചെറിയ ഫ്ലെയിമിലിട്ട് വേവിക്കുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ വിസിൽ അടുപ്പിക്കുന്നില്ല. നമ്മൾ ചെറിയ ഫ്ലെയിമിൽ കുക്കർ അടച്ച് ഈ പോത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു ജ്യൂസിൽ തന്നെയാണ് ഇത് വേകുന്നത് കേട്ടോ. നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇത് ആവശ്യത്തിന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ കുക്കർ അടച്ച് ഒരു 5 മിനിറ്റ് ഇതിനെ ചെറിയ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ഇതിനായിട്ട് ഇരുമ്പിന്റെ ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് എണ്ണ ചൂടായപ്പോൾ സവോള ഇട്ട് കൊടുത്തു. ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഈ ഒരു ബീഫ് ഫ്രൈ എപ്പോഴും ചെയ്യാറ്. എനിക്ക് അതാണ് കൂടുതൽ സംതൃപ്തി വരുന്നത്, കാരണം നന്നായിട്ട് മൊരിഞ്ഞൊക്കെ കിട്ടുന്നത്. അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് ഇപ്പം ഞാൻ പൊടികളൊന്നും ചേർക്കുകയില്ല. ആ ബീഫ് കൂടെ ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ പൊടികളൊക്കെ ചേർക്കുള്ളൂ. ഇപ്പം നമ്മൾ പൊടി ചേർത്ത് കഴിഞ്ഞാൽ ബീഫ് ചേർത്താൽ ബീഫിൽ വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് പൊടിയെല്ലാമായിട്ട് ആകെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിപ്പം പൊടികളൊന്നും ചേർക്കുകയില്ല. ഈ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഒത്തിരി നേരം ഇത് ഇളക്കണമെന്നില്ല. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ പാത്രത്തിൽ നല്ല ഇതായിട്ടിരിക്കുന്ന സമയത്തായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് അടുത്ത് ഇളക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ കഥാനായകൻ ബീഫിനെ 5 മിനിറ്റ് വേവിച്ച് മാറ്റി വെച്ചതിനെ ഇതിലോട്ട് ഇടുക. അത് കറക്റ്റ് വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാൽ വേകാതെ ഇരിക്കുന്നില്ല. കറക്റ്റ് വേവിലാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ജ്യൂസ് അതിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് സഹിതം ഞാൻ ഇടുന്നുള്ളത്. ഇങ്ങനെ അരിച്ചെടുത്തല്ല കേട്ടോ ഇടുന്നത്, കാരണം നമുക്ക് ആ ജ്യൂസ് ആവശ്യമാണ്. ഫുൾ ഫ്ലെയിമിൽ തീ വെച്ച് വേണം നമ്മൾ ബീഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നാലുള്ള അതിൻ്റെ വെള്ളം പെട്ടെന്ന് നമുക്ക് വറ്റി കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് തേങ്ങയും ഗരം മസാലകൾ എല്ലാം കൂടെ ഇങ്ങനെ ചേർത്ത് ചതച്ചെടുക്കുവാണ്. ഗരം മസാല പൗഡറായിട്ട് ഇങ്ങനെയുണ്ട്, അത് ചേർത്ത് ചതച്ചാൽ മതി. ഇത് കല്ലായി ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. മിക്സി ചതയ്ക്കുമ്പോൾ ഇതിൻ്റെ പാല് വന്നു കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ മിക്സി തന്നെ ചതച്ചെടുത്തോ, കുഴപ്പമില്ല. നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ജ്യൂസിലോട്ട് ഈ തേങ്ങ എല്ലാം കൂടെ കയറി അങ്ങ് പിടിക്കും. എന്നിട്ട് ഇത് വറ്റി വരണം. വറ്റി വരുന്ന സ്റ്റേജിൽ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്തൊന്നും ലാസ്റ്റ് അല്ല നമ്മൾ ഇടണ്ട. ഏകദേശം ഈ ഒരു പരുവത്തിൽ ഇടുവാണെങ്കിൽ ഇതിൻ്റെ ആ മസാലയും ആ ഇറച്ചിയുടെ ആ ഒരു ഫുൾ ഫ്ലേവറൊക്കെ നമ്മുടെ തേങ്ങാക്കൊത്തയിലോട്ട് കിട്ടും. ലാസ്റ്റ് ഇത് മൊരിയും ചെയ്യും കേട്ടോ. ആ ഇറച്ചിയും ഇതെല്ലാം കൂടെ മൊരി കൂട്ടത്തിൽ ഇത് നല്ല ഫ്രൈ ആയിട്ട് തന്നെ നമുക്ക് വരും. ഈ ഒരു സ്റ്റേജിൽ ഇതിലോട്ട് ഞാൻ കറിവേപ്പില ഇടുകയാണ്. നല്ലപോലെ ഇത് വറ്റി നല്ല ഇതായിട്ട് വന്നതിന് ശേഷം നമ്മൾ പൊടി ഇടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വറ്റൽമുളക്, കുരുമുളക് അതൊക്കെ ചേർക്കുന്നതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് ശകലം വറ്റൽമുളക് കൂടെ ആഡ് ചെയ്യും. ഞാൻ ഞുറുക്കി വെച്ചിരുന്ന വറ്റൽമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഇതിപ്പം വറ്റി നല്ല ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമൊക്കെ ഏകദേശം ഇതിനകത്ത് വറ്റി വരുവാണ്. ഇനി ഇതിലോട്ട് നമ്മൾ കുരുമുളക്, ഏറ്റവും ലാസ്റ്റ് പരിപാടിയാണ്. ഇതിലേക്ക് നമ്മൾ കുരുമുളക് ചതച്ചത് ആഡ് ചെയ്യുവാണ്. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ നല്ല മൊരിഞ്ഞ് നല്ല റെഡിയായി. തേങ്ങ, അതിനകത്ത് എല്ലാ സാധനങ്ങളും മൊരിഞ്ഞ് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ അങ്ങനെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി കാണും. ബീഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കാണുന്ന പോലെ അല്ല, ഇത് കഴിക്കുമ്പോൾ വേറൊരു ഇതാണ്.
അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയും പുതിയ ടിപ്സിന് വേണ്ടി അതുപോലെ തന്നെ പഴയ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ഫോർ നൗ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് നന്ദി. അസ്സലാമു അലൈക്കും.